എല്ലാവർക്കും നമസ്കാരം. ഇടുക്കിയിലെ ഒരു വിസ്മയകരമായ ഒരു കാഴ്ചയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഞാനെന്നുള്ളത് സേനാപതി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കാറ്റൂതിമേട്ടിലാണ്. കാറ്റൂതിമേട്ടിലെ ഒരു വിസ്മയകരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് കാറ്റൂതിമേട്ടിലെ സപ്തകന്യകൾക്കുടെ സംഗമഭൂമിയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. 1/2 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു ആമ്പൽക്കുളത്തിൻ്റെ അരികിലായിട്ടാണ് നിൽക്കുന്നത്. സദാസമയവും കാറ്റൂതിക്കൊണ്ട് പ്രകൃതി വിസ്മയങ്ങളുടെ ഒരു കേദാരഭൂമി തന്നെയാണ് കാറ്റൂതിമേട്. ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇടുക്കി ജില്ലയിലെ സേനാപതി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രകൃതിയുടെ വരദാനമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് സേനാപതി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കാറ്റൂതിമേടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2000-ലധികം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കാറ്റൂതിമേട്. സ്ഥലത്തിൻ്റെ പേര് പോലെ തന്നെ സദാ നേരവും കാറ്റാണ്. പിന്നെ ഞങ്ങളിവിടെ എത്തുന്ന നേരത്ത് മഴയുമുണ്ടായിരുന്നു. മഴയും കാറ്റും മഞ്ഞും തണുപ്പും നിറഞ്ഞൊരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. 50 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന കാറ്റൂതിമേടിൻ്റെ ഉച്ചിയിൽ 1/2 ഏക്കറോളം വിസ്തൃതിയുള്ള കുളത്തിൽ തെളിനീര് നിറഞ്ഞു കിടക്കുന്ന കാഴ്ച അത്ഭുതവും നയനമനോഹരവുമാണ്. ഏകദേശം 7 പതിറ്റാണ്ട് മുൻപ് മുതൽ തമിഴ് വംശജർ അധിവസിക്കുന്ന പ്രദേശമാണ് കാറ്റൂതിമേട്. വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റക്കല്ലിൽ തീർത്ത സപ്തകന്യകമാരുടെ ഒരു വിഗ്രഹം കാറ്റൂതിമേട്ടിലെ ഈ കുളത്തിൽ നിന്ന് പ്രദേശവാസികൾക്ക് ലഭിച്ചതായാണ് പറയുന്നത്. തുടർന്നാണ് കരയിൽ ക്ഷേത്രം സ്ഥാപിച്ച് ആരാധന നടത്തി വരുന്നത്. സപ്തകന്യകമാരുടെയും കുളത്തിൻ്റെയും കാവൽ ദൈവമായി കറുപ്പുസ്വാമിയുടെ വിഗ്രഹവും ഈ കുളക്കരയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എത്ര വരൾച്ച ഉണ്ടായാലും ഈ കുളം വറ്റാറില്ലെന്നാണ് ഇവിടുത്തെ ആദ്യകാല കുടിയേറ്റക്കാർ പറയുന്നത്. ഇവിടുത്തെ ഉത്സവം ഏത് മാസത്തിലാണ് നടക്കുന്നത്? മാർച്ച് മാസത്തിലെ 16, 17, 18 3 ദിവസങ്ങളായിട്ടാണ് ഉത്സവം നടക്കുന്നത്. ആദ്യത്തെ ദിവസം പൂക്കരക് കൊടുക്കും. രണ്ടാമത്തെ ദിവസം രാവിലെ പൊങ്കൽ, വൈകുന്നേരം മുളപ്പയറെടുക്കും. പിറ്റേ ദിവസം 12-ാം തീയതി രാവിലെ ഇവിടെ ഈ കുളത്തിൽ മുളപ്പയർ കലക്കും. കലക്കിയിട്ട് അപ്പുറത്തൊരു കറുപ്പസ്വാമി അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ കറുപ്പസ്വാമിക്ക് ആട് വെട്ടി വെൺപൊങ്കൽ വെച്ച് അത് കഴിഞ്ഞ് എല്ലാവർക്കും സദ്യ. ഈ 3 ദിവസവും 3 നേരവും ഭക്ഷണമുണ്ട്, അന്നദാനമുണ്ട്. ഉണ്ടല്ലേ? നിറയെ ആളുകൾ വരുന്നുണ്ടല്ലേ? നിറയെ ആളുകൾ വരും. തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ വരും. അതെ. ഉത്സവം നമ്മുടെ ക്ഷേത്രത്തിലെ ശരിക്കും ഏത് സമയത്തെ പൂജകളും കാര്യങ്ങളും നടത്തണം? ദിനം പ്രതി പൂജകളുണ്ടോ? എല്ലാ വെള്ളിയാഴ്ച പൂജ. എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരം പൂജയുണ്ട്. നമുക്ക് എല്ലാ ദിവസങ്ങളിലും വന്ന് തിരികെത്തിക്കാനും ചെയ്യാനുള്ളതുണ്ട്. ഉത്സവ സമയത്ത് മാത്രം 3 ദിവസം ഇവിടെ പുറത്തുനിന്ന് ശാന്തി ഉണ്ടാവും അല്ലേ? മൊത്തം വണ്ടികളായിരിക്കും. അതെ അല്ലേ? ഈ മലമുകളിലല്ലേ? ഇവിടുന്ന് ഇവിടം വരെ പന്തലായിരിക്കും പോകുക. ഈ 2 സൈഡും അന്നദാനം ഷെഡ് അടിച്ച് അന്നദാനം ഉണ്ടാക്കണേ. ഈ കുളത്തിൽ സൂര്യനോട് കിന്നാരം പറയുന്ന ആമ്പൽ പൂക്കളും ഓളപ്പരപ്പിൽ താളം തുള്ളുന്ന സ്വർണ്ണ മത്സ്യങ്ങളും ധാരാളമായുണ്ട്. ആരും ആമ്പൽ പൂക്കൾ പറിക്കുകയോ മത്സ്യങ്ങളെ പിടിക്കുകയോ ചെയ്യാറില്ല. വിശ്വാസവും മിത്തും ഇടകലർന്ന കഥകളുമായി ഒരിക്കലും പറ്റാത്ത കാറ്റൂതിമേട്ടിലെ ആമ്പൽക്കുളവും പരിസരങ്ങളും ഇന്ന് സഞ്ചാരികളുടെയും ഇഷ്ടകേന്ദ്രമാണ്. വിശ്വാസികളും ഏറെയാണ് ഇവിടേക്ക് എത്തുന്നത്.